സമഗ്ര വോട്ടർ പട്ടിക SIR പരിഷ്കരണ നടപടികൾ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റിവെക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. SIR നീട്ടിവയ്ക്കുന്നതിനോട് എതിർപ്പില്ല എന്ന നിലപാടാണ് BJPയും സ്വീകരിച്ചിട്ടുള്ളത്. വരുന്ന ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ തീരുമാനിച്ച് ബീഹാറിൽ JDU BJP സഖ്യം മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ചകൾ തകൃതിയായി നടത്തുമ്പോൾ തുടർച്ചയായി അധികാരം നഷ്ടമായിരിക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ പൊട്ടിത്തെറി. ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ രാഷ്ട്രീയവും കുടുംബ ബന്ധവും ഉപേക്ഷിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചു. ഡോക്ടർ മുസമ്മൽ ഷക്കീലിന്റെ ഫരീദാബാദിലെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമായി. ഭീകരാക്രമണമല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. ഇതേസമയം അൽ-ഫലാഹ് സർവകലാശാലയിലെ MBBS വിദ്യാർത്ഥി ജാനീസൂർ ആലത്തെ കൂടി NIA അറസ്റ്റ് ചെയ്തു. BJPയിൽ നിന്ന് പുറത്തായ മുൻ കേന്ദ്രമന്ത്രി RK സിംഗ് പാർട്ടി വിട്ടു. ബീഹാറുകാരനായ സിംഗ് 62,000 കോടി രൂപയുടെ അഴിമതി ആരോപണം നിതീഷ് സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ BJP RSS പ്രാദേശിക നേതാവ് ആനന്ദ് K തമ്പി ആത്മഹത്യ ചെയ്തത് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ആനന്ദ് പിന്നെ പൊടുന്നനെ ആത്മഹത്യ ചെയ്ത വിവരമാണ് പുറത്തുവന്നത്. തൃക്കണ്ണാപുരം പ്ലാവിള ജയ്നഗറിലെ വീടിന് പിന്നിലെ ഷെഡിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ആനന്ദ് ശിവസേനയിൽ ചേരുകയും ചെയ്തു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് വിവാദമായി. ഇതേ കാരണത്താൽ കണ്ണൂരിലും ആന്തൂർ നഗരസഭയിലേക്ക് CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നിരുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾക്കായി ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അല്പം മുമ്പ് ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ശ്രീകോവിലിൽ വിളക്ക് തെളിയിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K ജയകുമാറും മെമ്പറായി മുൻ മന്ത്രി K രാജുവും ഇന്നലെ ചുമതലയേറ്റിരുന്നു. ആറ്റിങ്ങൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിനെ തുടർന്ന് RSP എതിർപ്പ് പരസ്യമാക്കി രംഗത്ത് വന്നു. UDF കൺവീനർ സ്ഥാനം RSP രാജിവെക്കുകയും ചെയ്തു. സർക്കാർ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് 3 മാസമായി ഫണ്ട് മുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. സ്വന്തം കയ്യിലെ പണമെടുത്തും ആഭരണം പണയം വെച്ചും കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന അധ്യാപകർ കടക്കെണിയിലാണെന്നും ആരോപണമുണ്ട്. തലശ്ശേരി പാനൂരിൽ 4ാം ക്ലാസ്സുകാരി ബാലികയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും BJP നേതാവുമായ പത്മരാജന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി ജീവിതാന്ത്യം വരെ ജീവപര്യന്തം വിധിച്ചത് BJPക്ക് വൻ തിരിച്ചടിയായി. പ്രത്യേക കോടതി ജഡ്ജി AT ജലജ റാണിയാണ് 1 ലക്ഷം രൂപ പിഴ ഉൾപ്പെടുന്ന ഈ വിധി പുറപ്പെടുവിച്ചത്. തമിഴ്നാട്ടിലെ സീഫുഡ് കമ്പനികളിൽ ഉപയോഗശൂന്യമായ മത്സ്യഭാഗങ്ങൾ വാങ്ങി കഴിക്കരുതെന്ന് പൂവാർ മത്സ്യഭവൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ മാസം ചെമ്പല്ലി മത്സ്യം ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കിയിരുന്നു. സംസ്ഥാനത്തെ പോലീസ് ഓഫീസർമാരിൽ 59% പേർക്കും ശരിയായ ഉറക്കം കിട്ടുന്നില്ലെന്ന് പഠനം. തൃശൂർ ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PK റഹിമുദ്ദീനാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. മൂവാറ്റുപുഴ, കാഞ്ഞൂർ, കുറുപ്പമ്പടി, മേക്കാട് എന്നിവിടങ്ങളിലെ ഫ്ലിപ്കാർട്ട് ഡെലിവറി ഹബ്ബുകളിൽ നിന്ന് 1.61 കോടി വിലമതിപ്പുള്ള 332 മൊബൈൽ ഫോണുകൾ നഷ്ടമായതായി പരാതി. പാലോട് വഞ്ചുവത്ത് CNG സിലിണ്ടറുകൾ കയറ്റി വന്ന ലോറി മറിഞ്ഞ് വാതകം ചോർന്നത് കടുത്ത പരിഭ്രാന്തി പരത്തി.
ASPയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട്, പാലോട്, വലിയമല പോലീസ് സംഘവും വിതുര, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ടീമും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.